വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം. KSCF ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. കഴിഞ്ഞ 20-ലധികം വർഷങ്ങളായി കേരള സീനിയർ സിറ്റിസൺ ഫോറം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമായിരുന്നു വയോജനങ്ങൾക്ക് മാത്രമായി ഒരു വകുപ്പും മന്ത്രിയും വേണമെന്നുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിൽ വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുമെന്നും ജപ്പാൻ മാതൃകയിലുള്ള വൃദ്ധജന സേവന പദ്ധതികൾ കേരളത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും യോഗം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. കേരള സീനിയർ സിറ്റിസൺ ഫോറം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M. രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TN ശ്രീനിവാസൻ ചടങ്ങിൽ വിശദീകരണം നടത്തി. M. രാമചന്ദ്രൻ, മധുസൂദനൻ, സന്തോഷ് കുമാർ, MN മോഹനൻ, CP ബാലകൃഷ്ണൻ, K. വേലായുധൻ തുടങ്ങിയ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. 20 വർഷത്തോളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മളുടെ കേരള മുഖ്യമന്ത്രി ആദ്യത്തെ പ്രഥമ മീറ്റിംഗിൽ തന്നെ നമ്മളെ അറിയിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരു വയോജന വകുപ്പും അതിന് ഒരു മന്ത്രിയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വയോജന വകുപ്പ് നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നിയമസഭയിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ജപ്പാൻ മോഡലിൽ ഇപ്പോൾ ഏറ്റവും വയോജനങ്ങളുള്ളത് ജപ്പാനിലാണ്. ആ ജപ്പാൻ മോഡലിൽ എങ്ങനെയാണ് അത് നിലനിർത്തി കൊണ്ടുപോരുന്നത് എന്നുള്ളത് നോക്കി അടുത്ത ഘട്ടം ഘട്ടമായിട്ട് അതും കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം എന്നുള്ളതാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സാറ്